गुलाबी आंखें जो तेरी देखी शराबी ये दिल को गया संभालो मुझको ओ मेरे यारो संभलना मुश्किल हो गया. ഹായ് നമസ്കാരം. നമ്മളിപ്പോൾ ഉള്ളത് ബ്രാലത്ത് പാർലക്ക് ഫാം ഹൗസിലാണ്. ഈ പാർലക്ക് ഫാം ഹൗസിനെ കുറിച്ച് ഒരുപാട് വീഡിയോസൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ ചെറിയ പൈസക്ക് നമുക്ക് നല്ല പ്രോഗ്രാംസ് നടത്താൻ പറ്റും. ഹട്ടുണ്ട്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ 2500 രൂപ മുതലാണ് ഇവിടുത്തെ ഹട്ടിൻ്റെ ഒക്കെ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. നമുക്കുള്ളിൽ നിന്നൊരു പ്രോഗ്രാമുണ്ട്. അപ്പോൾ നമുക്കുള്ളിൽ കയറിയിട്ട് ഇവിടുത്തെ അതിവിശാലമായ പാർക്കിംഗ് സ്പേസും നല്ല നമ്മളെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിന് ചെയ്യാൻ പറ്റുന്ന ഹാളും കാര്യങ്ങളൊക്കെ നമ്മൾ ഉള്ളിൽ കയറിയിട്ട് കാണിച്ചു തരാം കേട്ടോ. പൊട്ടിക്കാനുള്ള പരിപാടിയിലാണ്. നിങ്ങള് തോട്ടി വീണെന്ന് ചെരുപ്പിലാണ് നടക്കണായിരുന്നു. അറിയില്ല. അവിടെ എത്തിയപ്പോ ത്രികോണം അംശം എന്തായി അവിടെ നിന്ന് ഇതില്ല, നടക്കാനുള്ളതില്ല. ബിരുന്ന് അവിടെ വരെ പോണ്ട, അവിടെ നിന്നാ മതി. സനയ്ക്കും നമ്മൾ കൊടുക്കുന്ന ചെറിയൊരു വിരുന്നാണ്. അപ്പോൾ ആ പരിപാടിയിലേക്ക് എല്ലാവരെയും ചെറിയ തോതിൽ സ്വാഗതം ചെയ്യുന്നതിന് വേണ്ടി ജാസിമിനെയും സനയെയും സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നതിന് വേണ്ടിയും അനാബിയെ ക്ഷണിക്കുകയാണ് രണ്ടു വാക്ക് സംസാരിക്കാൻ. Good evening. I'm Anabia Salman with you. Today we are celebrating celebration for Jasim and Sana Jasim. I am proudly inviting them, so please on stage. അടുത്തതായി എല്ലാവർക്കും സ്വാഗതം പറയുന്നതിന് വേണ്ടി സഗീർ കരിപ്പാക്കുള. അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ സായം സന്ധ്യയിൽ ഇവിടെ എത്തിച്ചേരുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം പറയുകയാണ്. നമ്മളിവിടെ കൂടിയതിൻ്റെ ഉദ്ദേശം എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച വിവാഹിതരായ
ഫസൽ, സാബി, ഇവർക്ക് നാം ഒരുക്കിയിട്ടുള്ള സ്നേഹ ആദര ആശംസകളാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ നമ്മളുടെ ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ എന്നും പറയാം. കൂടുമ്പോൾ ഇമ്പമുള്ളത് കുടുംബം. ഇന്നത്തെ കാലഘട്ടത്തിൽ കുടുംബങ്ങളുടെ ഇഴയടുപ്പം. സ്വാഗതം പറയുക എന്ന ദൗത്യം ഏൽപ്പിച്ചിരിക്കുന്നത് ഈ കൂട്ടായ്മ പ്രോഗ്രാമിന്റെ കോർഡിനേറ്റർമാരായിട്ടുള്ള സൽമാൻ ഗിരിപ്പാക്കളും സാദത്ത് ഗിരിപ്പാക്കളുമാണ്. എന്റെ മക്കളാണ്. അവരിങ്ങോട്ട് തന്നിട്ട് തിരിച്ചു കൊടുത്തതാണ്. ഇനി വിവാഹമുള്ള ആർക്കെങ്കിലൊക്കെ വേണ്ടി ജീവിച്ച് പോകുന്ന സാഹചര്യത്തിലാണ്. അപ്പൊ എനിക്ക് ഈ മക്കളോട് പറയാനുള്ളത് കേൾക്കണം കേട്ടോ. വിവാഹബന്ധം ഇന്ന് ശരിക്കും ഒരു അഡ്ജസ്റ്റ്മെന്റ് അല്ലെങ്കിൽ യാന്ത്രികം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ആശംസയല്ല, വിവാഹ ബന്ധ ജീവിതത്തെ അതിനെക്കുറിച്ച് പറയുമ്പോൾ ഓർമ്മ കുടുംബത്തിന്റെയും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും ആശംസകൾ അർപ്പിക്കുന്നു. നമ്മുടെ സഗീർ ഭായി പറഞ്ഞ പോലെ അദ്ദേഹം പറഞ്ഞത് 100% മനസ്സിൽ വയ്ക്കുക, സ്നേഹത്തോട് കൂടിയിട്ട് മരിക്കുന്നവരെ ജീവിക്കുക, ഈ സംശയങ്ങള് തെറ്റിദ്ധാരണകളൊക്കെ തിരുത്തിക്കൊണ്ട് പോകണം. അദ്ദേഹം പറഞ്ഞതെന്നറിയോ, എൻ്റെ കുടുംബത്തിൻ്റെയും ആശംസകൾ നേർന്നുകൊണ്ട് നമ്മുടെ ദമ്പതികൾക്ക് നല്ല ഭാവി ജീവിതം വളരെ സുരക്ഷിതമായും നമ്മുടെ നാട്ടുകാരോട് ദുആ ചെയ്തുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും. പൊതുവരന്മാർക്കും ഇവിടെ വന്നിരുന്ന എല്ലാവർക്കും എൻ്റെയും കുടുംബത്തിൻ്റെയും ആശംസകൾ നേരുന്നു. എൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നമുക്ക് നിങ്ങളുടെ ജീവിതം സുഖത്തും സന്തോഷമാക്കി എല്ലാവിധ മംഗളാശംസകളും. പിന്നെ ഒരുപാട് കാലം ഇതുപോലെ സന്തോഷത്തോടെ സുഖത്തോടെ ജീവിക്കാൻ അള്ളാഹു നിങ്ങൾക്ക് അതിന് തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഭാര്യ എൻ്റെ വീട് ശാന്തിപുരമുണ്ടോ? എൻ്റെ പെങ്ങള് സാബിത, അമ്മായി, അവർക്ക് കുറച്ച് നാളെ പറയാം. ജാസിമിനും സനയ്ക്കും എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. മനസ്സിലാക്കി സഹകരിച്ച് ജീവിക്കുക. തെറ്റുകളും വിഷമങ്ങളും ഉണ്ടാകും. അതിൽ നമ്മൾ വീട്ടുകാരെ ഉൾപ്പെടുത്താതെ നിങ്ങൾ തന്നെ പറഞ്ഞ് പൊരുത്തപ്പെട്ട് ജീവിക്കാൻ ശ്രമിക്കുക. ശ്രമിച്ചിട്ടും കഴിഞ്ഞില്ലെങ്കിൽ മാത്രം മറ്റുള്ളവരെ നമ്മുടെ ജീവിതത്തിലേക്ക് കടത്തേണ്ടതുള്ളൂ. അങ്ങനെ ജീവിച്ച അള്ളാഹു എല്ലാതും എളുപ്പമാക്കി തരും. എല്ലാവിധ ആശംസ. എല്ലാവിധ ആശംസകളും നേരുന്നു. നബി സുമാനെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. ഇവർക്ക് ചെറിയൊരു സമ്മാനം കൊടുക്കുന്നുണ്ട്. ഒരു ഗിഫ്റ്റിന്റെ ചെറിയൊരു ഹാമ്പറാണ്. അത് കിട്ടുന്നവർക്ക് ആ ഗിഫ്റ്റ് കിട്ടും. പിന്നെ ഈ ഹാളിൽ അവരുടെ കയ്യിൽ കുറച്ച് വെച്ചിട്ടുണ്ട്. ഈ ഹാളിൽ അതിനെ കുറച്ച് ക്ലൂവൊക്കെ വേണമെങ്കിൽ തരാം. നമ്മള് എന്താ പറയാ, ഗാർഡനിലൊക്കെ ചെടികളൊക്കെ വയ്ക്കുന്നുണ്ട്, അതിമാതിരി പുക വലിക്കുന്നുണ്ട്, അങ്ങനെയൊക്കെയുള്ള ചില ക്ലൂകൾ. അപ്പൊ നിങ്ങൾക്ക് ആർക്കും കിട്ടുന്ന അവർക്ക് ഗിഫ്റ്റ് കിട്ടും. നിങ്ങൾ ഇരിക്കുന്ന കസേരയുടെ താഴെ നോക്കുക, അവര് ഭാഗ്യവന്മാര് അവർക്ക് സമ്മാനം കിട്ടുക. എല്ലാ
എല്ലാരും ശരിക്കും നോക്ക. ആ സമയം അല്ല അവള് മൊത്തം പോയി നോക്കി. അതായത് കീച്ചെയിൻ ഇവിടൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടും. അതെ, കസേരയുടെ താളം മാത്രമല്ല. കുഞ്ഞുകൊച്ചഭാഗ്യ രണ്ടാമത്തെ ഗിഫ്റ്റ് കിട്ടിയിരിക്കുന്നു. ഇനിയും 5 ഗിഫ്റ്റുകളുണ്ട്. ഗിഫ്റ്റ് സനമോൾക്കാണ് കിട്ടിയിരിക്കുന്നത്. ഗിഫ്റ്റ് സ്പോൺസർ കുഞ്ഞുകൊച്ചഭാഗ്യാണ്. വാച്ച് സാവിക്ക് വാച്ച് കിട്ടിയിരിക്കുന്നു. 9 കിട്ടിയിരിക്കുന്നു. 9 കീച്ചെയിൻ കിട്ടിയിരിക്കുന്നു. 9 കീച്ചെയിൻ. കള്ളക്കളി. നെക്സ്റ്റ് കഴുത്തിയുടെ മാല അനുഭവമാണ് കിട്ടിയിരിക്കുന്നു. 2-3 ആൾക്കാർ നല്ല ചൂടുവെള്ളം നിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് കിട്ടുന്ന ഗിഫ്റ്റ് വേറെ ആർക്കെങ്കിലും വേണ്ടി കൊടുക്കാം. കസേരകളുടെ താഴെ ഗിഫ്റ്റുകളുണ്ട്. അതുപോലെ സ്റ്റേജിന്റെ പല ഭാഗങ്ങളിലുണ്ട്. സ്റ്റേജിന്റെ ചിലപ്പോൾ ടേബിളുകളായിരിക്കും, അതല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലൊക്കെ ആയിരിക്കും, ചെടികളുടെ ഇടയിലായിരിക്കും. ചൂടുണ്ട്, ഒരാൾക്ക് നല്ല ചൂടുണ്ട്. ചൂട് ये रातें ये मौसम नदी का किनारा ये जंगल न होंगे जुदा ये रातें ये मौसम नदी. അത് ഞാൻ നോ ബാറ്ററി വാച്ചോടെ കൊടുത്തു കഴിഞ്ഞു. നിങ്ങൾ അടുത്ത ഗെയിംസ് കാണാം. सितारों की महफिल करके इशारा कहा अब तो सारा जहां है तुम्हारा. ये रातें
മുള്ള ഫാത്തിമ അരിമപ്പ് ഫാത്തിമ അല്ലാന്റെ ദൂതരെ പൂമോള് ഫാത്തിമ അലിയാരെ തങ്ങൾക്ക് ഇടയത്ത ഫാത്തിമ. പാരിജാതം പൂത്തുലങ്കിനാവിൻ പൂവനത്തിൻ പാരിജാതം പൂത്തുലങ്ങി ഓർമ്മ വന്നത് സർഗം സിനിമയിൽ നെടുപടിയോട് പറഞ്ഞ ഡയലോഗുണ്ട്. അറിഞ്ഞില്ല ഉണ്ണി, ആരും പറഞ്ഞില്ല എന്ന് പറയാൻ നമ്മുടെ മരുമോൻ സഗീറിന് സിനിമയായിട്ട് ഭയങ്കര കണക്ഷനാണ്. മമ്മൂട്ടി നെടുപടി വേണു. അതുമാതിരി അദ്ദേഹം അബുദാബിയിലെ നല്ലൊരു ഓർഗനൈസറാണ്. പല സ്റ്റേജുകളിലും പല എന്താ പറയുക കുറെ സംഘടനകൾ എല്ലാ പരിപാടികൾക്കും ഒരു ആസ്ഥാന ഗായകനുണ്ടായിരുന്നു കുറെ നാളായിട്ട്. വെള്ള ഷൂട്ട് വന്നിട്ടുണ്ട്, പക്ഷെ ഇപ്പൊ പാടുന്നില്ല. ഇനി നമ്മളൊരു ഗെയിമിൽ കിടക്കണേ. നമുക്ക് കുറച്ച് കപ്പിൾസിന് വേണം. ഇവിടെ ഉള്ള കപ്പിൾസ് ഒക്കെ ഓരോ ടീമാവാം. മോൾ വാ. നമ്മുടെ മോളുടെ ഒരു പാട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഗെയിമിൽ കിടക്കും. മെസ്സേജ് വാനം മേലെ മഞ്ഞിൽ കൂടാരം ഇതിനോ ആരാരോ നിറദീപം ചാർത്തുന്നു. നബിയവരാരാണ്? മുത്തു മുഹമ്മദ് നബിയാണ്. ഉമ്മ ആമിന ബീവിയാണ്. അബ്ദുല്ല ഉപ്പയുമാണ്. നബിയുടെ ജനനം മക്കത്ത്, മരണപ്പെട്ടു മദീനത്ത്. നബിയെ നാം സേവിക്കണം, നബിയെ നാം പിൻപറ്റണം. നോക്കിയിട്ട് മറ്റേ ആളോട് ആക്ഷൻ കാണിച്ചു കൊടുക്കണം. എന്നിട്ട് അത് കൃത്യമായിട്ട് പറഞ്ഞാൽ അവർക്ക് സമ്മാനം. ആദ്യം നമുക്ക് ഇവരെ തന്നെ ക്ഷണിക്കാം. നിങ്ങള് അഭിനയിക്കണത് ഫോട്ടോ എടുക്കാനാണ്. നിങ്ങൾ അഭിനയിക്കണത് എടുക്ക. ഒരു മിനിറ്റ് തുറക്കില്ല, അങ്ങോട്ട് കയറി തിരിഞ്ഞേക്ക്. അല്ല അതല്ല
കണ്ടില്ല എല്ലാരും കണ്ടോ? ഇതാണ് കേട്ടോ അഭിനയിക്കാൻ പോണത്. ആരും പറഞ്ഞു കൊടുക്കരുത്, ഇതാണ് അഭിനയിക്കണത്. ക്ലൂമുളത്തിങ്ങ മോനെ ഇവിടെ എത്തിടലുണ്ട്. 100 പ്രാവശ്യം എത്തിടണം. ഏത്തം പിന്നെ അഭിനയിച്ചു. വായ തുറക്കാൻ പാടില്ല. തുടങ്ങിയോ? ലെറ്റ്സ് സ്റ്റാർട്ട്. കൊച്ചപ്പ പ്ലീസ് സ്റ്റോപ്പ്. ജാസിങ്ങോട്ട് നിൽക്കണം. എന്നാലും നീ എന്തെങ്കിലും പറയാൻ പാടില്ല. ആക്ഷൻ മാത്രമേ ഉള്ളൂ. പറ്റിച്ച് സമ്മാനമില്ല. അവർക്കുള്ള സമ്മാനം കൊടുത്തു. ആ ഒരു കൈയടി. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ സമ്മാനം വേറെ ആർക്കെങ്കിലും സ്പോൺസർ ചെയ്യണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ വീട്ടിൽ കൊണ്ടുപോകാം. ആലുവ സ്വദേശി, ചങ്ങനാശ്ശേരി സ്വദേശി. കാണൂല. പറയാൻ പാടില്ല. അതെ. ഇല്ലില്ല, കണ്ടിട്ടില്ല. അതിലെ നടനെ കാണിച്ചു കൊടുത്ത് സാധിത്താ. ഒന്നും പറയാൻ പാടില്ല. മോൾക്കറിയാം, എടുത്താ മതി. 100 വരെ തോറ്റ മൂത്ത മകനാണ് ജിഷിൻ അല്ലേ? ജിഷിനല്ലടാ നിന്റെ പേര്? രണ്ടാളും മാച്ചിങ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോ അഭിനയിക്കുന്ന ആള് നബീലാണ്. പെട്ടെന്ന് പറയുന്നത് അമ്മൂന് മനസ്സിലാവില്ല. വളരെ എളുപ്പം. അയ്യേ പറഞ്ഞു കൊടുക്കില്ല. മാനത്തെ കൊട്ടാരം. അത് നമ്മുടെ അഷ്റഫ് നടത്തി കുഞ്ഞാൻ പറഞ്ഞത് അതിന്റെ പേര് തോറ്റ്. സമ്മാനമില്ല. അപ്പൊ
ഇനി അടുത്തതായിട്ട് നമ്മുടെ പേര് സൽമാനും സൽമാന്റെ കെട്ടോള് എവിടെ കെട്ടോള് സൽമാന്റെ കെട്ടോളും പറഞ്ഞാൽ അടുത്തതായി നമ്മുടെ ഫസലു സാബിയുടെ ആക്ഷൻ ആണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ചുണ്ടനക്കാൻ പാടില്ല, ഓൺലി ആക്ഷൻ. തടിയൻ കുട്ടി തടിക്കുട്ടി പൊട്ടി രാജാവിനെ കാണിക്കുക. എന്നാലും തോറ്റില്ലേ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്നില്ലേ? അപ്പൊ സാബിക്ക് ഒരു സമ്മാനം. ഹലോ, അപ്പോ വാശിയേറിയ മത്സരം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിന് അടുത്തൊരു ഓക്കെ. അടുത്തത് നമ്മുടെ ചിക്കു റഫ. രണ്ടെണ്ണം കൂടെ ഉള്ളൂ. അഭിനയിക്കണേ എനിക്കറിയില്ല തീരെ. നല്ലൊരു കൈ അടിക്കാം. പെട്ടെന്ന് പേര് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞ് മണിച്ചിത്താഴ്. ഓക്കെ, അപ്പൊ സമ്മാനം കൊടുക്കുക. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മുടെ ഫസലും ഫസലിന്റെ മകനും. ആരും പറയരുത് കേട്ടോ. പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം രൂപം കിട്ടിയിട്ടുണ്ട് സൽമാന്. ഇപ്പൊ പറയും. പറക്കും തളിക പറഞ്ഞുകൊണ്ട് സൽമാൻ വിജയിച്ചിരിക്കുന്നു. ഒരു സൽമാനം ശ്രദ്ധിക്കാം. സൽമാൻ മൂക്ക ആരുടെ ബലൂണാണ് ആദ്യം പൊട്ടുന്നത് ശ്രദ്ധിക്കുക. എന്നിട്ട് സമ്മാനം ഓരോരുത്തരെ വലിച്ചുകൊണ്ടുണ്ട്. കുത്തിപ്പൊട്ടിക്കരുത് ആരും. നഗത്തോണ്ടൊന്നും കുത്തിപ്പൊട്ടിക്കാൻ പറ്റില്ല. ഫൗളാണ്, ഒക്കെ ഫൗളാ. ഊടി വീർപ്പിക്കണം. കാറ്റുകൊണ്ട് നമ്മുടെ ശക്തി വീർപ്പിക്കണം. പിന്നെ 1, 2 എന്ന് പറയുമ്പോൾ ചുണ്ടിൽ വയ്ക്കുക. 3 പറയുമ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. റെഡി? എല്ലാവരും റെഡി? 1, 2. അത് ചുണ്ടില്ല. 3. ചിക്കുവിനോട് തീരാ. വീഡിയോ എടുക്കണില്ല. ഫസലിന്റെ വീർപ്പില്ല, അവൻ ഞെട്ടിപ്പോയി. ഫസലിന്റെ വീർപ്പില്ല, ഒമ്പുത്താടെ വീർപ്പില്ല. കുറ്റാപ്പടിക്ക് സമ്മാനം കിട്ടി. അപ്പൊ സമ്മാനം കൊടുത്തു. സമ്മാനം കൊടുത്ത് സമ്മാനം കിട്ടി. ആരും പൊട്ടിക്കരുത്. കെട്ടിത്തായോ. ഇങ്ങനെ വലിച്ചു പിടിക്കും. അത് അടുത്ത അപ്പോ
സായിദിന് അനിയത്തിന്റെ മകൻ. മഴ പെയ്യുന്നു, മക്കളും സായിദ ജയിച്ചിരിക്കുന്നു. അപ്പോൾ സമ്മാനം സായിദായിട്ട് കൊടുക്കാം. സീനിയേഴ്സിന്റെ പരിപാടി തുടങ്ങുന്ന. റെഡി, 1 2 3 സ്റ്റാർട്ട്. സമ്മാനങ്ങൾ വാരി കോരിക്കൊണ്ടിരിക്കുകയാണ്.
गुलाबी आँखें जो तेरी देखी शराबी ये दिल को गया संभालो मुझको ओ मेरे यारो संभलना मुश्किल हो गया दिल में मेरे काबू तेरी तस्वीर जैसे हो दीवार पे ला 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 आता है गुस्सा मुझे प्यार पे मैं लुट गया मानता ना रहा कातिलों का ये जहां ला 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 गुलाबी आँखें जो तेरी देखी शराबी ये दिल खो गया ഓടേണ്ടാ ഓടേണ്ടാ ഓടിത്തളരേണ്ട ഓമന പൂമുഖം പാടിടേണ്ട ഓമന പൂമുഖം വാടാതെ സൂക്ഷിച്ചാൽ ഓമന ചുണ്ടത്തോറും നൽകാം താരിട്ട റോഡാണ് റോഡിനരികാണ് വീടിനടയാളം ചീമക്കുന്ന പച്ചരി ചോറുണ്ട് പച്ചമിച്ചാറുണ്ട് ഉച്ചക്ക് ഉണ്ണാനായി വന്നതോർത്തോ പുഞ്ചവരമ്പത്ത് പാമ്പിന്റെ പൊത്തിന്റെ സൂക്ഷിച്ചു വന്നോളൂ കുഞ്ഞു ചേട്ടാ ഒരു കുപ്പി മണ്ണിന്റെ കത്തി തീരും വരെ പണ്ടാറും വിളയ്ക്ക് ഉറക്കമില്ല ഓടേണ്ട ഓടേണ്ട ഓടിത്തളരേണ്ട ഓമന പൂമുഖം പാടിടേണ്ട വേദന എന്നോട് ചൊല്ലുകില്ലേ ഒന്നും മിണ്ടു രണ്ടുപേരും ആലോചിച്ച് എല്ലാരും ചൊല്ലണ് എല്ലാരും ചൊല്ലണ് കല്ലാണ് നെഞ്ചിലെന്ന് കല്ലാണ് കല്ലാണ് നെഞ്ചിലെന്ന് ഞാനൊന്ന് തൊട്ടപ്പോൾ നീലക്കാരും നിന്റെ കൊണ്ടാണ് കണ്ടതയ്യ കൊണ്ടാണ് കണ്ടതയ്യ എല്ലാരും ചെല്ലണ് കല്ലാണ് തലവറയാ ൂട്ടിനായി കാത്തിരുന്നൊരു സുന്ദരിയായ മോളാണ് കഥ പറയാൻ കൂട്ടുവന്നൊരു പെണ്ണാണ് ചെമ്പരനീരിൻ ചെന്തര പോലെ മലയാസീനമ്പിളിയെ ചെമ്മലറാസീനമ്പിളിയെ പാനില പോലെ ലംഘിടുന്നു ആ കാത്തുന്നു എറീപം ചാത്തുന്നു അപ്പോൾ സുന്ദരനോ പൂവൻ നിറഞ്ഞൊരു ചെമ്പരമോ ചെമ്പരണി ഞാനും വരട്ടെയോ നിന്റെ കൂടെ പാടില്ല പാടില്ല നമ്മെ നമ്മൾ പാടെ മറന്നൊന്നും ചെയ്തു ഒന്നാം മനത്തിൽ എന്നെയും കൂടെ ഞാൻ കൊണ്ടുപോകാം എന്നെ ഒരിക്കൽ ഞാൻ കൊണ്ടുപോകാം ഞാനും
കാത്തിരുന്നു ഒന്ന് കാണുവാൻ എത്ര നാള് ഞാനിരുന്നു ഒന്ന് മിണ്ടുവാൻ എന്റെ മണവാട്ടി പെണ്ണാണു നീ എന്റെ വേഴാമ്പൽ പെണ്ണാണു നീ എന്റെ മണവാട്ടി പെണ്ണാണു നീ എന്റെ വേഴാമ്പൽ പെണ്ണാണു നീ എത്ര നാള് കാത്തിരുന്നു കാണുവാൻ എത്ര നാള് കാത്തിരും ഒന്നും മിണ്ടുവാൻ തലോടി മാഞ്ഞുപോ ഒരു രാത്രി കൂടി വിടവാങ്ങവേ ഒരു പാട്ടുമൂളും വെയിൽ തൂകവേ പതിയെ പറന്നെന്നരികിൽ വരും അഴകിൻ്റെ തൂവലാ കൽവിന്റെ തീരത്ത് നീയെത്തും നേരത്ത് തങ്കക്കിനാവിന്റെ കുടിലൊരുക്ക് പണ്ടത്തെ പാട്ടിന്റെ ശീലുണ്ടോ ചുണ്ടത്ത് തുമ്പപ്പൂച്ചേലുള്ള ചിരി നിനക്ക് കണ്ട മുതൽ കരളിൽ നീയോ കൊണ്ടു നടന്ന കനൽ തീയോ നേരാണോ നീയാണോ നീ എൻ്റെ പെണ്ണാണോ ഈ നെഞ്ചിൻ ചൂടേൽക്കാൻ എത്തുന്നതെന്നാണോ സുവർഗം നീ കാട്ടുമ്പോൾ കരിമിഴിയിൽ സുറുമ വരയ്ക്കാൻ അരികിൽ നീ എത്തുമ്പോൾ വിറവിറയ്ക്കും ഹൃദയതടം. ഹലോ നമസ്കാരം. അപ്പോൾ നമ്മളിന്ന് നമ്മുടെ നമ്മളെ ഫാമിലീസ് എല്ലാവരും കൊടുത്തൊരു പാർട്ടിയാണ് ഇവിടെ നടക്കുന്നത്. ഫോട്ടോ സെഷൻ എല്ലാവരും ഉണ്ട്. ഓക്കെ അല്ലേ?
ഓക്കെ ഡബിൾ ഓക്കെ